നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു വിവാഹം ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു. ഏതാണ്ട് 1250 കോടി രൂപയോളമാണ് ഒരു കല്യാണത്തിന് ചിലവിട്ടത് എന്ന് നമ്മൾ കാണും. ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിവാഹമാകാനും സാധ്യതയുണ്ട്. ഇലോൺ മസ്കും അതുപോലെ തന്നെ വ്യവസായ പ്രമുഖരുമൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മുംബൈയിൽ വന്നിറങ്ങുന്നതും മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടാണ് വരുന്നത്. വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൂടുന്നു. ഇന്ത്യയിലെ തന്നെ ഓരോ സംസ്ഥാനത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, സൂപ്പർ സ്റ്റാറുകൾ, ബോളിവുഡിലെയും ഹോളിവുഡിലെയും ഒക്കെ സൂപ്പർ സ്റ്റാറുകൾ, ലോക വ്യവസായത്തിലെ അതിസമ്പന്നന്മാർ, ഇവരൊക്കെ പങ്കെടുത്ത അതിവിപുലമായ ഒരു കല്യാണം. ഈ കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ മുകേഷ് അംബാനി ഈ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടി ചെലവാക്കുന്ന ഓരോ രൂപയും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് നേടിയതാണ് എന്നെല്ലാവർക്കും പറയാം. എന്നിരുന്നാലും ആഡംബര വിവാഹങ്ങളെ ഒന്നും ആരും ഇത്രയധികം പരിപോഷിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ പക്ഷം. കാരണം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആനന്ദ് അംബാനിയുടെ വിവാഹം കണ്ടോ 1500 കോടി ചെലവാക്കി കല്യാണം നടത്തിയാലും 1500 രൂപ മുടക്കി കല്യാണം നടത്തിയാലും അതിന്റെ ഗുണഫലങ്ങളും അല്ലെങ്കിൽ ദോഷഫലങ്ങളും ഒക്കെ ഏകദേശം ഒരേപോലെയായിരിക്കും. ഇവിടെയൊക്കെ മുകേഷ് അംബാനി കണ്ടുപിടിക്കേണ്ടുന്ന ഒരു മനുഷ്യരുണ്ട് ഇന്ത്യയിൽ. അത് മറ്റാരുമല്ല, രത്തൻ ടാറ്റയാണ്. ടാറ്റ ഗ്രൂപ്പ് എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പ്. കാറുകൾ തുടങ്ങി തേയില വരെയുള്ള ആ പ്രൊഡക്ടിവിറ്റിയുള്ള ആ പ്രൊഡക്ഷനുകൾ നടത്തുന്ന വലിയ നിരവധി കമ്പനികളുടെ ചെയർമാനായിരിക്കുന്ന രത്തൻ ടാറ്റയാണ്. രത്തൻ ടാറ്റയുടെ ഒരിക്കൽ ഒരു അവതാരകൻ ചോദിച്ചു, ജീവിതത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം ഏതാണ്? അദ്ദേഹം പ്രതികരിച്ചത്, ജീവിതത്തിൽ സന്തോഷത്തിന്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ധാരാളം പണവും സ്വത്തും സമ്പാദിച്ചു കൂട്ടിയതാണ് ഒന്നാമത്തെ ഘട്ടം. പക്ഷെ അവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സന്തോഷം കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു. വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ലഭിച്ച സന്തോഷവും താൽക്കാലികം മാത്രമാണെന്ന് വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. തുടർന്ന് മൂന്നാമത്തെ ഘട്ടമായി. അവിടെ ഞാൻ പുതിയ കുറെ പ്രോജക്റ്റുകൾ ആരംഭിച്ചു. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% എണ്ണയും വിതരണം ചെയ്യുന്നത് എന്റെ സ്ഥാപനത്തിന്റെ ചുമതലയിലായി. മാത്രമല്ല ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറിയുടെ ഉടമയായി ഞാൻ മാറി. എന്നിട്ടും എനിക്ക് ഞാൻ സ്വപ്നം കാണുന്ന സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം 4ാമത്തെ ഘട്ടം വന്നു. അതിങ്ങനെയാണ്. ഒരിക്കൽ 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയറുകൾ വാങ്ങി നൽകണമെന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അത് വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് ഞാൻ തന്നെ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. അതിനും ഞാൻ സന്നദ്ധനായി. അങ്ങനെ ആ 200 കുട്ടികൾക്കും ഞാൻ തന്നെ നേരിട്ട് എന്റെ കൈകൾ കൊണ്ട് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. അത് സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ ഏതോ വന്യമായ വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. ഏതോ ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തിയതുപോലെയായിരുന്നു അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ. എന്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അന്നത്തെ ആ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരം ഒരു കുട്ടി എന്റെ കാലുകൾ മുറുക്കി പിടിച്ചു. എത്ര കുതിരാൻ നോക്കിയിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, എനിക്ക് താങ്കളുടെ മുഖം നന്നായി ഓർത്തു വെക്കണം. നാളെ സ്വർഗത്തിൽ വെച്ച് നാം പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് നന്ദി പറയണം. സന്തോഷം കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അധികാരത്തിലോ പണത്തിലോ പ്രശസ്തിയിലോ അല്ല, മറ്റുള്ളവരെ കൂടി നമ്മോട് ചേർത്ത് പിടിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് ആ കുഞ്ഞിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് ആ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് രത്തൻ ടാറ്റ പറഞ്ഞത്. രത്തൻ ടാറ്റയെ പോലെ കോടാനുകോടി വരുമാനമുള്ള കമ്പനികളുടെ ഒരു ചെയർമാൻ, അദ്ദേഹം ചെയ്യുന്ന മനുഷ്യത്വപരമായ പ്രവർത്തികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ 1500-2000 കോടി രൂപയൊക്കെ മുടക്കി കല്യാണം നടത്തുന്നവർക്ക്
ഒന്ന് മനസ്സിൽ ഓർത്താൽ നന്നായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികൾ അലയുന്ന നമ്മുടെ നാട്ടിൽ, കിടക്കാൻ ഒരു വീടില്ലാതെ പെരുവഴിയിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള നമ്മുടെ ഇന്ത്യയിൽ, തെരുവുകൾ തോറും ഭിക്ഷയാചിച്ചു നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള നമ്മുടെ ഇന്ത്യയിൽ, പട്ടിണി മരണങ്ങൾ നടക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ, കയ്യിലുള്ള കോടികൾ ആർഭാടത്തിന് വേണ്ടി ചിലവാക്കാതെ അവർക്ക് എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി ചിലവാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് രത്തൻ ടാറ്റയുടെ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിപ്പോകുന്നു.